ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വാഴയിലയിൽ പൊള്ളിച്ചത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ടേസ്റ്റ് നോക്കി ഞാൻ ഒരു മീൻ അങ്ങ് അകത്താക്കി. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 10 മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. 1/2 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ഇനി ഈ മീനിലേക്ക് നല്ലതുപോലെ ഒന്ന് മസാല പുരട്ടി കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. മസാല ഉപ്പും എല്ലാം മീനിലൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. മീനെല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാഴയിലയിലാണല്ലോ പൊള്ളിക്കുന്നത്. അതിന് വേണ്ടി നമുക്കൊരു വാഴയില എടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കാം. മുഴുവൻ ഗ്രേവി ഇട്ട് കൊടുക്കേണ്ട, പകുതി ഗ്രേവി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ എടുത്ത് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ മീനും അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന ഗ്രേവിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കാം. അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു വള്ളി ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. ഇനി ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ടൊരു തവ ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് വേണം ഇത് പൊള്ളിച്ചെടുക്കാൻ. വാഴയിൽ പൊള്ളിച്ച മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. തുറക്കുമ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ ഒരു കഷ്ണം മീനും ഇതിൻ്റെ ഗ്രേവിയും കൂടെ കൂട്ടി കഴിക്കുക. അടിപൊളിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്